അങ്ങനെ കല്യാണവും റിസപ്ഷനും ബഹളങ്ങളും ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയി നമ്മൾ ആദ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ ഇവിടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരവല്ലി എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അവിടേക്ക് നമ്മൾ കാറ് പൂജിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കല്യാണത്തിന് തിരക്കിനിടയ്ക്ക് നമ്മൾ കാറ് നേരത്തെ പൂജിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. താക്കോലെല്ലാം എന്നിട്ട് അമ്പലത്തിൽ കൊടുത്ത് പൂജിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാറ് പൂജിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കാറൊക്കെ പൂജിച്ച് കിട്ടി. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കൊല്ലം ടൗണിലേക്ക് പോവുകയാണ്. കൊല്ലത്ത് ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ വന്നിട്ടേ ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലം സൈഡിലേക്കുള്ള ട്രാവലിംഗ് ഒക്കെ കുറവായിരുന്നു. ഇങ്ങോട്ട് നമുക്ക് റിലേറ്റീവ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ RK മാളിലാണ് കേട്ടോ വന്നത്. കൊല്ലത്ത് ഇപ്പം പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന RK മാൾ. എനിക്കൊന്നും ഒരു 6 months എന്തോ ആയിട്ടുള്ളൂ ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ റിലേറ്റീവ്സിന് വിരുന്നിനൊക്കെ പോകുമ്പോൾ കൊടുക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് കൊല്ലം ബീച്ചിലേക്കാണ്. കൊല്ലം ബീച്ച് നല്ല നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ബീച്ച് കാണുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട ജില്ലക്കാർക്ക് സ്വന്തമായിട്ട് ബീച്ചൊന്നും ഇല്ലായിരുന്നല്ലോ. എറണാകുളത്ത് താമസിച്ച് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ലാസ്റ്റ് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കായിരുന്നു പോയില്ല. അങ്ങനെ നമ്മൾ കൊല്ലം ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്.